Hi everyone, I am Dr. Jose, consultant pediatrician at Providence Hospital, Alapura. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മംസ് അല്ലെങ്കിൽ മുണ്ടി നീര് അല്ലെങ്കിൽ മുണ്ടി വീക്കം അല്ലെങ്കിൽ താടി വീക്കം എന്ന് പറയുന്ന ആ ഒരു അസുഖത്തെ കുറിച്ചിട്ടാണ്. ആ അസുഖത്തിൻ്റെ ഇപ്പോഴത്തെ റിലവൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്കൂളുകൾ അടയ്ക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് മുണ്ടിനീര് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇത് അടയ്ക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേഗം തന്നെ പടരുന്ന ഒരു അസുഖമാണ്. അതായത് നമ്മൾ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയും. ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് പകരുന്നത് 80% ചാൻസ്. കുട്ടികളിലേക്ക് ഈ അസുഖം ഇപ്പോൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിന് ഒരു കാരണം നമ്മൾ വേണ്ട രീതിയിൽ വാക്സിൻസ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് കിട്ടുന്നില്ല. നമ്മൾ യൂഷ്വലി IAP റെക്കമെൻഡ് ചെയ്യുന്നത് 3 ഡോസാണ് MMR എന്ന് പറഞ്ഞ വാക്സിൻ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്തത് അസുഖം ഒരുപാട് ആളുകളിലേക്ക് വ്യാപിക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഐസൊലേറ്റഡ് ആയിരുന്നു. മംസ് എന്ന് പറഞ്ഞ അസുഖം നമ്മുടെ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയിട്ടില്ല. മംസ് നമ്മുടെ ചുറ്റുമുള്ള അസുഖമാണ്. അപ്പോൾ കോവിഡ് വരുന്ന സമയത്ത് ഒരുപാട് പേര് ഐസൊലേറ്റഡ് ആയിരുന്നു. അതിനുശേഷം കുട്ടികൾ എക്സ്പോസ്ഡ് ആകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഈ അസുഖം ഒരുപാട് കുട്ടികളിലേക്ക് വരികയും പ്രതിരോധശേഷി കുറവുള്ള കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടിയിൽ നിന്ന് വേറൊരു കുട്ടിയിലേക്ക് എത്രയും വേഗം ഇത് സ്പ്രെഡ് ആവുകയും ഒരു ക്ലാസ്സിൽ ഒരാൾക്ക് വന്നാൽ ആ ക്ലാസ് മുഴുവനിലുള്ള കുട്ടികളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഈ അസുഖം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികളിലേക്ക് ഇത് സ്പ്രെഡ് ആകാതിരിക്കാനായിട്ട് നമുക്ക് സ്കൂളുകളിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ സ്കൂളുകൾക്ക് 1 വീക്ക് ഒരു ലീവ് കൊടുക്കാവുന്നതാണ്. മുണ്ടിനീര് ഒരു വൈറൽ ഡിസീസാണ്. അതായത് ഒരു വൈറസാണ് ഈ അസുഖം പരത്തുന്നത്. അപ്പം നമ്മൾ ഈ വൈറൽ അസുഖങ്ങൾക്കുള്ള എല്ലാ പ്രത്യേകതകളും ഇതിനും ആദ്യത്തെ ദിവസങ്ങളിൽ കാണാൻ പറ്റും. പനി, ശക്തമായ തലവേദന, ക്ഷീണം, മയാൽജിയ, മസിലിനൊക്കെ പെയിൻ, വേദന വരാം, ഛർദി. ഇതാണ് ഒരു വൈറൽ അസുഖങ്ങൾക്ക് വരുന്ന അതേ അസുഖത്തിൻ്റെ സിംറ്റംസ് എല്ലാം ഈ അസുഖത്തിനും വരാം. എന്നാൽ ഇതിൻ്റെ പ്രധാനമായ ലക്ഷണം പരോട്ടൈറ്റിസ് അല്ലെങ്കിൽ ഈ ഗ്രന്ഥി നമ്മുടെ ഈ ഭാഗങ്ങളിലായിട്ട് കഴുത്തിൻ്റെ ചെവിയുടെ താഴെയും നമ്മുടെ ജോയുടെ അടുത്തുമായിട്ടുള്ള ഈ ഗ്രന്ഥി വീക്കം വരുന്നതാണ് പ്രധാന ലക്ഷണം. അത് കാണുമ്പോഴാണ് നമ്മൾക്ക് കുട്ടികളിൽ മുണ്ടിനീരാണോ എന്ന ഒരു സംശയം വരുന്നത്. ആ സമയത്ത് തന്നെ ഡോക്ടറെ കാണുകയും അത് മുണ്ടിനീര് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യുകയും ചെയ്യാം. കാരണം ഇവിടെ വീക്കം വരുന്നത് മറ്റസുഖങ്ങളിലും വരാം. മുണ്ടിനീര് തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യാതെ എത്രയും വേഗം ഡോക്ടറെ കണ്ട് അത് മുണ്ടിനീരാണോ അല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. മുണ്ടിനീര് പോലെ തന്നെ നമ്മുടെ ഈ പരോട്ടിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥിക്ക് വീക്കം വരുന്ന മറ്റസുഖങ്ങളും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും കഴല വീക്കം എന്ന് പറയും. കുട്ടികളുടെ സാധാരണഗതിയിൽ ചെറിയ സൈസിൽ ഈ ഭാഗങ്ങളിൽ കഴുത്തിൻ്റെ വശങ്ങളിലൊക്കെ കാണുന്ന കഴല വീക്കം കുറച്ചും കൂടി വലിപ്പം കൂടുതലായിട്ട് വന്നാൽ നമുക്ക് മുണ്ടിനീരാണോ എന്നുള്ളൊരു സംശയം വരാം. അതുപോലെ തന്നെ കുട്ടികളിൽ കാണുന്ന റിക്കറൻറ്റ് പരോട്ടൈറ്റിസ്, അതായത് പരോട്ടിഡ് ഗ്രന്ഥി ഇടയ്ക്ക് വീക്കം വരാൻ സാധ്യതയുണ്ട്. ഉമിനീർ ഗ്രന്ഥികളിൽ കല്ല് വന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അവിടെ വീക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണോ അതോ മുണ്ടിനീര് തന്നെയാണോ എന്നുള്ളത് നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഉറപ്പിച്ചാൽ മതി. മുണ്ടിനീര് വരുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും വേറൊരു കുട്ടിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് പകരുന്നത് ഈ വൈറസ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളിൽ 7 ദിവസം, പരോട്ടിഡ് ഗ്രന്ഥിക്ക് വീക്കം വരുന്നതിന് 7 ദിവസം മുൻപും 7 ദിവസത്തിന് ശേഷവും ഉമിനീർ ഗ്രന്ഥികളിൽ ഈ വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്നത് പരോട്ടൈറ്റിസ്, അതായത് ഈ വീക്കം വരുന്നതിന് 2 ദിവസം മുൻപും 5 ദിവസത്തിന് ശേഷവും നമുക്ക് ഈ വൈറൽ ഡിസീസ് മാക്സിമം സ്പ്രെഡ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ പ്രത്യേകമായിട്ടും മുണ്ടിനീരാണ് എന്ന് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ AAP റെക്കമെൻഡേഷൻ പ്രകാരം, അമേരിക്കൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡേഷൻ പ്രകാരവും ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പറയുന്നത് പ്രകാരവും നമ്മൾ 5 ദിവസം വരെ ഈ ഉമിനീർ ഗ്രന്ഥിക്ക് വീക്കം വന്നിട്ട് 5 ദിവസം വരെയാണ് സ്പ്രെഡിന് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ ആ
വീക്കം വന്നതിന് ശേഷം 5 ദിവസത്തേക്ക് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പാടില്ല. നമ്മുടെ ഈ ആലപ്പുഴയിലും അതുപോലെ തന്നെ കേരളത്തിലും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരാഴ്ച വരെ കുട്ടികളെ, ഈ വീക്കം വന്നതിന് ശേഷം ഒരാഴ്ച വരെ കുട്ടികളെ നമ്മൾ സ്കൂളുകളിലേക്ക് വിടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് നമ്മൾ പറയാറുള്ളത്. പ്രത്യേകമായിട്ട് ഈ വീക്കം അതിനുള്ളിൽ തന്നെ സബ്സൈഡ് ചെയ്ത് പോകുന്നതായിട്ടും കാണാറുണ്ട്, 7 ദിവസത്തിനുള്ളിൽ തന്നെ. അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ അസുഖം വരാതെ എങ്ങനെ തടയാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ MMR വാക്സിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ MMR വാക്സിൻ ഉണ്ട്. അപ്പം ഗവൺമെൻറ് ഷെഡ്യൂൾ, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ മംസ് എന്ന് പറയുന്ന ആ ഒരു കമ്പണൻറ്റ് വാക്സിനകത്തില്ല. അതായത് MR ആണുള്ളത്, അതായത് മീസിൽസ്, റുബല്ല, 5-ാം പനിക്കും റുബല്ലയ്ക്കും എതിരെയുള്ള വാക്സിൻ്റെ ഇതാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുള്ളത്. എന്നാൽ IAP റെക്കമെൻഡ് ചെയ്യുന്നത് പ്രകാരം നമുക്ക് MMR വാക്സിനേഷനാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിലും അതുപോലെ തന്നെ കേരളത്തിലെ പല ഭാഗങ്ങളിലും ഒരുപാട് മംസിൻ്റെ ഔട്ട് ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഹെൽത്ത് സെൻറ്റേഴ്സിലും ഉള്ളവർ MR എടുക്കുന്നതിന് പകരമായിട്ട് ബാക്കി എല്ലാ വാക്സിൻസും ഗവൺമെൻറ് ഷെഡ്യൂളിൽ എടുക്കുന്നു. അതിന് പകരം MR എടുക്കുന്നതിന് പകരമായിട്ട് MMR അഡ്വൈസ് ചെയ്ത് ഹോസ്പിറ്റലുകളിലേക്ക് വിടാറുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലും അനേകം കുട്ടികൾ വന്നിട്ട് MMR വാക്സിനേഷൻ എടുക്കാറുണ്ട്. അപ്പോൾ പേരൻസ് പ്രധാനമായിട്ടും ഈ വാക്സിൻ എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടിക്ക് നമ്മൾ MMR വാക്സിൻ IAP റെക്കമെൻഡേഷൻ പ്രകാരം 3 ഡോസാണ് എടുക്കാനുള്ളത്. ആദ്യത്തേത് 9 മാസം മുതൽ 12 മാസം വരെയുള്ള സമയത്ത് ആദ്യത്തെ ഡോസും, രണ്ടാമത്തേത് 15 മാസം മുതൽ 18 മാസം വരെയുള്ള സമയത്ത് രണ്ടാമത്തെ ഡോസും, മൂന്നാമത്തേത് ബൂസ്റ്റർ ഡോസാണ്. അത് 4 തൊട്ട് 6 വയസ്സ് വരെയുള്ള ടൈമിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ 3 ഡോസാണ് IAP റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം പേരൻസ് ശ്രദ്ധിക്കേണ്ടത് ഈ 3 ഡോസും തന്നെ എടുക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഒരു ഡോസ് മാത്രമാണോ, അപ്പോൾ പാർഷ്യൽ ഇമ്മ്യൂണൈസ്ഡ് ആയി പോകരുത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ടും പേരൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ വാക്സിൻ ബുക്കിൽ, നമുക്ക് ഇമ്മ്യൂണൈസേഷൻ്റെ ബുക്കുണ്ട്, ഇമ്മ്യൂണൈസേഷൻ ബുക്കിൽ ഡേറ്റ് നോട്ട് ചെയ്യുക. അതിനൊരു ചെറിയ സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കറും അവിടെ പ്രത്യേകമായിട്ട് പതിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് പോകാനായിട്ടോ വാക്സിൻ കാർഡ് കാണിക്കുമ്പോൾ ഈ MMR എടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു തെളിവായിരിക്കും. നേരത്തെ നമ്മൾ വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞ് 100% എഫക്റ്റീവ്നെസ് നമുക്ക് പറയാൻ പറ്റില്ല. അത് മറ്റ് അസുഖങ്ങളെ പോലെ തന്നെയാണ്. മറ്റ് വാക്സിൻസും നമ്മൾ എടുക്കുമ്പോൾ 100% നമുക്കൊന്നിലും പറയാൻ പറ്റില്ല. എന്നാലും കുട്ടികളിൽ മംസ് മൂലമുണ്ടാകുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ആ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ താടി വീക്കം, ചില കുട്ടികൾ വാക്സിൻ എടുത്ത കുട്ടികളിൽ മംസ് വരികയാണെങ്കിൽ താടി വീക്കം സാധാരണയായിട്ട് കാണാറില്ല. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വൃഷ്ണത്തിന് വീക്കം വരുന്നതും മറ്റ് കോംപ്ലിക്കേഷൻസും ഒക്കെ കുറവായിരിക്കും വാക്സിൻ എടുത്ത കുട്ടികളിൽ. അതുപോലെ തന്നെ വാക്സിൻ ഒരു കുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ചുറ്റുമുള്ള കുട്ടികൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിൽ ഹെർഡ് ഇമ്മ്യൂണിറ്റി കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് അസുഖം വരില്ല എന്നല്ല, അസുഖം വന്നാലും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഗുരുതര ഫലങ്ങളും ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ മംസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ അസുഖം വന്ന് സാധാരണ കുട്ടികളിൽ കുഴപ്പമൊന്നും ഇല്ലാതെ കടന്നു പോകും. എന്നാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ചില കുട്ടികളിൽ ഈ കോംപ്ലിക്കേഷൻസ് കാണിക്കാറുണ്ട്. പ്രധാനമായിട്ടും കോംപ്ലിക്കേഷൻസ് നമ്മൾ തലമുതൽ എടുത്തു കഴിഞ്ഞാൽ തലയിൽ ശക്തമായ തലവേദന വരാം, മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം വരാം, അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയും. മറ്റ് രോഗാണു കൊണ്ടുണ്ടാകുന്ന മെനിഞ്ചൈറ്റിസിനേക്കാളും ഇതിൻ്റെ കുറവായിരിക്കും മെനിഞ്ചൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷൻസ്. അതുപോലെ നമ്മൾ വളരെ പേടിക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ് മെനിഞ്ചോ എൻകഫലൈറ്റിസ് എന്ന് പറയും. കുട്ടിക്ക് ബോധക്ഷയം വരിക, അപസ്മാരം വരിക, കുട്ടി ICUയിലൊക്കെ ആകേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതാണ് തലയിൽ പ്രധാനമായിട്ടും വരുന്നത്. അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ള ഗില്ലൻ ബാരി സിൻഡ്രം, ട്രാൻസ്വേഴ്സ് മൈലൈറ്റിസ്, ഫേഷ്യൽ ന്യൂറൈറ്റിസ്, അങ്ങനെ പല അസുഖങ്ങളും വെരി റെയറായിട്ട്, അപൂർവങ്ങളായിട്ട് വരാറുണ്ട്. എന്നാൽ പ്രധാനമായിട്ടും മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചോ എൻകഫലൈറ്റിസ് ആണ് കൂടുതലായും കാണാറുള്ളത്. അത് പ്രത്യേകമായിട്ട് ഈ വൈറസ് പ്രധാനമായിട്ടും ന്യൂറൽ ടിഷ്യൂവിനെയും നെർവ് ടിഷ്യൂവിനെയും ഗ്രന്ഥികളിലുള്ള ടിഷ്യൂവിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതലും ബുദ്ധിമുട്ടുണ്ടാവുക. അതുപോലെ തന്നെ കേൾവിക്കുറവ്, നമ്മൾ പറയുന്നത് പോലെ കേൾവിക്കുറവ് വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. കേൾവിക്കുറവ്
രണ്ട് രീതിയിലും വരാം, ട്രാൻസിയൻ്റ് ആയിട്ടും പെർമനൻ്റ് ആയിട്ടും. ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് റിക്കവറി ഉണ്ടാവും. രണ്ടാമതായിട്ട് തൈറോയിഡിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ തൈറോയിഡിനെ ബാധിക്കുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം വരും, തൈറോയിഡ് ഹോർമോൺ കുറയാം. അതുപോലെ തന്നെ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യാം, അപ്പോൾ മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഉണ്ട്. പാൻക്രിയാസ് ഗ്രന്ഥി അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ശക്തമായ വയറുവേദന വരാം. അത് കൂടുതൽ കുട്ടികളും പറയാറുണ്ട്, മംസ് വന്ന് പോയതിന് ശേഷം ഒരു അബ്ഡോമിനൽ പെയിൻ. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ വൃഷ്ണത്തിൻ്റെ ഭാഗത്ത്, മെയിൽസിൽ വൃഷ്ണത്തിൻ്റെ ഭാഗത്ത് വീക്കം വരാം, സ്പേം കൗണ്ട് കുറവ് വരാം. എന്നാൽ വന്ധ്യത ഉണ്ടാകാനുള്ള സാധ്യത <1% മാത്രമാണ്. പെൺകുട്ടികളിലാണെങ്കിൽ ഉഫോറൈറ്റിസ് വരാം, അവരുടെ ഓവറിനെ ഇൻഫ്ലംഡ് ആകാം. അതല്ലാതെ അവരിൽ ഇങ്ങനെ വന്ധ്യത ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറില്ല. കൂടുതൽ പേരൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മംസ് വരുന്ന കുട്ടികൾക്ക് നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള മരുന്നുകളൊന്നും അതിന് കണ്ടുപിടിച്ചിട്ടില്ല, അപ്പോൾ എങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ തൊണ്ടവേദനയും കുട്ടികൾക്ക് ഫുഡ് ഇറക്കാൻ ബുദ്ധിമുട്ടൊക്കെയാണ്, അങ്ങനെയുണ്ടെങ്കിൽ തീരെ ഫുഡ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് നമ്മൾ IV ഫ്ലൂയിഡ് നമ്മൾ ഇട്ട് കൊടുക്കണം, അപ്പം അഡ്മിറ്റ് ആകേണ്ടി വരും. അതല്ല, കുട്ടികൾക്ക് വീട്ടിൽ തന്നെ, കുട്ടി ആക്റ്റീവാണ്, കുട്ടിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നോക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം പാരസെറ്റാമോൾ കൊടുത്ത് നമ്മൾ കുട്ടിയുടെ പനി കുറയ്ക്കുക. അതുപോലെ വേദനയും പാരസെറ്റാമോൾ കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ വേദനയും കുറയും. അപ്പോൾ നമുക്ക് ഇവിടെ തൊണ്ടയുടെ ഈ ഭാഗത്ത് വീക്കം വരുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് ഏതൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റും എന്നുള്ള ചോദ്യം പേരൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്പൈസി ആയിട്ടുള്ള, സോറായിട്ടുള്ള ഫുഡ്സ് കൊടുക്കാൻ പാടില്ല. നല്ല എരിവുള്ള, നല്ല പുളിയുള്ള ഫുഡുകൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഉമിനീർ ഗ്രന്ഥി കൂടുതലായിട്ട് വരികയും കുട്ടികൾക്ക് വേദന കൂടുകയും ചെയ്യാറുണ്ട്. നമുക്ക് വീട്ടിൽ പ്രധാനമായിട്ടും കൊടുക്കാൻ പറ്റുന്നത് കഞ്ഞി, പാല്, തൈര്, സൂപ്പുകൾ, ഇതൊക്കെ നമുക്ക് വീട്ടിൽ കൊടുക്കാവുന്നതാണ്. ജ്യൂസുകളാണെങ്കിൽ തന്നെയും കൂടുതൽ പുളിയുള്ള ജ്യൂസുകൾ നൽകാതിരിക്കുക. പിന്നെ ORS നമ്മൾക്ക് കൊടുക്കാം, കൂടുതലായിട്ട് വെള്ളം കുടിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കാം. ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐസ്ക്രീംസ് അവർക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് പെയിൻ അലിവേറ്റ് ചെയ്യാനായിട്ട് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. വീട്ടിൽ നമ്മളൊരു കുട്ടി മുണ്ടിനീരുമായിട്ട് വരുമ്പോൾ മറ്റ് കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഇത് പകരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ വേറെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പകരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ടും നമ്മൾ കഫ് എറ്റിക്കറ്റ് എന്ന് പറയും. അതായത് നമ്മൾ ചുമയ്ക്കുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ തുമ്മുന്ന സമയങ്ങളിലും ഈ വൈറസ് വായുവിൽ സ്പ്രെഡ് ആവുകയും അടുത്തുള്ള ആൾക്കാർക്കത് ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തൂവാല അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെൻസ്, ഈ ഇൻഫെക്ഷനുള്ള കുട്ടി ഉപയോഗിക്കുന്ന പെൻസ്, ഇതൊക്കെ മറ്റൊരാൾ ഷെയർ ചെയ്യുമ്പോൾ അയാൾക്കും ഈ ഇൻഫെക്ഷൻ ലഭിക്കാൻ ഇടയാവും. അപ്പോൾ അങ്ങനെയുള്ളത് ഷെയർ ചെയ്യേണ്ടി വന്നാൽ അവർ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. അതുപോലെ തന്നെ റൂം, ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന റൂം വെന്റിലേറ്റഡ് ആയിരിക്കണം. കുട്ടികൾ പ്രധാനമായിട്ടും കർച്ചീഫ് ഉപയോഗിക്കാം ചുമയ്ക്കുമ്പോഴൊക്കെ. അതുപോലെ തന്നെ മാസ്ക് ഉപയോഗിക്കുന്നതും മറ്റുള്ളവരിലേക്ക് രോഗം സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. നമ്മൾ മുണ്ടിനീര് ഇന്ന് ടോപ്പിക്കായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം, റീസെൻ്റ്ലി നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് ഞാൻ ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ ഒരുപാട് സ്കൂളുകളിൽ മുണ്ടിനീര് വരികയും സ്കൂൾ അടച്ച് ഇടേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത്. നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും, ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾസൊക്കെ വളരെ കെയർഫുള്ളായിട്ടാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ മുണ്ടിനീര് വരികയോ അല്ലെങ്കിൽ സ്കൂളിൽ അതിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർ സ്കൂൾ ക്ലോസ് ചെയ്യുകയും വളരെ വിജിലൻ്റ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ്റിന് ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഒരു ബോധം ഉള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് സ്കൂൾ അധികൃതരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ടീച്ചേഴ്സിനൊക്കെ നമുക്ക് ഇതിനൊരു അവബോധ ക്ലാസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള സിംറ്റംസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ നേരത്തെ തന്നെ ഇത് അറിയിക്കുകയും പേരൻസിനോട് പറയുകയും അതുപോലെ തന്നെ ഹെൽത്ത് സെൻ്ററിലേക്ക് പോകാനായിട്ട് അഡ്വൈസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വീഡിയോ ഒരു മുൻകരുതലായിട്ട് എടുക്കുക. നമ്മുടെ ഇടയിൽ, കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് അടുത്ത് മുണ്ടിനീര് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ OPയിൽ വരുന്നുണ്ട് മുണ്ടിനീരുമായിട്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക്
കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഈ അസുഖം വരാതിരിക്കാനായിട്ടുള്ള പ്രതിവിധി വാക്സിനാണ്. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാക്സിൻസ് എടുക്കുക. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ കുട്ടിയെ സ്കൂളിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞു വിടാതിരിക്കുക. കുട്ടിയെ ഐസൊലേറ്റ് ചെയ്യുക. മാക്സിമം 5 to 7 days, മിനിമം 5 days എങ്കിലും കുട്ടി സ്കൂളിലേക്ക് പോകരുത്. മാക്സിമം ഒരു 7 days വരെ കുട്ടിക്ക് ഐസൊലേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ അസുഖത്തെ ഓവർകം ചെയ്യാം.